നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ആവേശം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തും പ്രസംഗിച്ചുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പര്യടനം തുടരുകയാണ്. കർണാടകയിലെ ഫാഗൽകോട്ടിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ നാടകീയമായ നിമിഷങ്ങൾക്ക് പ്രധാനമന്ത്രി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആ റാലിയിൽ സംസാരിക്കുന്നതിനിടെ സദസ്സിൽ നിന്നും ഒരു നടുക്കുന്ന കാഴ്ച കണ്ടു. ആ കാഴ്ചയിൽ വികാരാതീതനായിരിക്കുകയാണ് മോദി. പ്രധാനമന്ത്രി അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം ഒരു പെൺകുട്ടി ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നു. ഇതാണ് പ്രധാനമന്ത്രിയെ വികാരാതീതനാക്കിയത്. ചിത്രം കയ്യിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കുഞ്ഞു കലാകാരിയെ ശ്രദ്ധിച്ച അദ്ദേഹം പടം തനിക്ക് നൽകാനും അതിൽ വിലാസവും പേരും എഴുതാനും ആവശ്യപ്പെട്ടു. ഹൃദയസ്പർശിയായ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. SPG കമാൻഡോകളോടാണ് ആ ചിത്രം തനിക്ക് കൈമാറാൻ മോദി നിർദ്ദേശിച്ചത്. ഏറെ നേരമായി പെൺകുട്ടി ആ ചിത്രവുമായി നിൽക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അവളിൽ നിന്ന് ആ ചിത്രം വാങ്ങൂ എന്നായിരുന്നു മോദി നിർദ്ദേശിച്ചത്. അതിൽ അവളോട് പേരും വിലാസവും എഴുതുക എന്നും കൂടി അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. നിനക്ക് ഞാൻ തീർച്ചയായും കത്തുകൾ അയക്കാമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പെൺകുട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന കാഴ്ചയാണ് ഏവരും കണ്ടത്. ആവേശം അണപൊട്ടിയതോടെ മോദി വിളികളും സദസ്സിൽ നിന്നും ഉയർന്നു. നരേന്ദ്രമോദിക്ക് പിന്നീട് കുട്ടി നന്ദി അറിയിക്കുകയും ചെയ്തു. ഇതിന് അദ്ദേഹം നന്ദി കൈ ഉയർത്തിയാണ് തന്റെ പ്രതികരണം അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ മാതാവ് ഹീരാബെന്നിന്റെ കൈകൾ പിടിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രമാണ് പെൺകുട്ടി വരച്ചത്. 2022 ഡിസംബറിൽ ഗുജറാത്തിലെ ആശുപത്രിയിൽ വെച്ച് മോദിയുടെ മാതാവ് അന്തരിച്ചിരുന്നു. 99 വയസ്സായിരുന്നു. അതേസമയം കർണാടകയിലെ ബലഗാവിയിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി ആഞ്ഞടിച്ചു. മോദി ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ താലിയിൽ കൈവയ്ക്കാൻ കോൺഗ്രസിനെ സമ്മതിക്കില്ല എന്നായിരുന്നു നരേന്ദ്രമോദി പ്രധാനമായും പറഞ്ഞത്. ആ സ്വപ്നം അങ്ങ് മറന്നേക്കുമെന്നും സ്വത്ത് പിടിച്ചെടുത്ത് വിതരണം ചെയ്യാമെന്ന കോൺഗ്രസിന്റെ സ്വപ്നം നടക്കില്ല എന്നും നിങ്ങളുടെ സ്വപ്നം എന്തോ അതാണ് മോദിയുടെ സ്വപ്നമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. 24/7 നിങ്ങൾക്കൊപ്പം, 2047 വരെ നിങ്ങൾക്കൊപ്പം, അതാണ് എന്റെ സ്വപ്നം എന്നായിരുന്നു മോദി പറഞ്ഞത്. ജനങ്ങളുടെ വോട്ട് തട്ടിയെടുത്ത് പ്രിയപ്പെട്ട മതത്തിന്റെ വോട്ട് ബാങ്കിന് വീതം വെച്ച് കൊടുക്കാനാണ് കോൺഗ്രസിന്റെ യുവരാജാവും സഹോദരിയും ശ്രമിക്കുന്നതെന്നും മോദി ആരോപിച്ചു. വയനാട്ടിൽ ജയിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും മോദി ആരോപിച്ചു. ആദ്യം വോട്ട്, പിന്നെ ഭക്ഷണം, അങ്ങനെ തീരുമാനിക്കണമെന്നും പരമാവധി ആളുകൾ വോട്ട് ചെയ്യാൻ എത്തണമെന്നും മോദി പറയുകയുണ്ടായി. രാജ്യത്തെമ്പാടും പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ കൂടിയായിരുന്നു മോദിയുടെ ആഹ്വാനം. ഹുബ്ബള്ളി കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ നിരഞ്ജൻ ഹിരേമഠിന്റെ മകൾ നേഗ ഹിരേമഠിന്റെ കൊലപാതകവും പ്രസംഗത്തിൽ മോദി പരാമർശിച്ചു. രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ നാണം കെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും മോദി പറഞ്ഞു. EVMകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുക വഴി രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പുകളെ കോൺഗ്രസ് ചോദ്യം ചെയ്യുകയാണ്. ഇതിനെതിരെ സുപ്രീം കോടതി തന്നെ ആഞ്ഞടിച്ചത് കോൺഗ്രസിനെ ചെകിടത്തടിച്ചതുപോലെയാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോൺഗ്രസിന് നേഗ ഹിരേമഠിന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തയില്ലെന്നും വോട്ട് ബാങ്കിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എന്നും മോദി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.